ഓപ്പോയുടെ ഓപ്പോ പാഡ് ന്യൂ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് ന്യൂ എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 11.35 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വന്നേക്കാം. 2.4K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. LCD പാനലായിരിക്കും ഇതിൽ വരിക. 7:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു ടാബ് വരിക. പിന്നെ ചിലപ്പം ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഇത് തരക്കേടില്ലാത്ത ഒരു 4G പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വന്നേക്കാം. മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരാൻ സാധ്യതയുണ്ട്. Android 13 ബേസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറ വന്നേക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടിലും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് വരിക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 18 വാട്ട് അല്ലെങ്കിൽ ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. Type C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ OnePlusൻ്റെ OnePlus Pad Go എന്നൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ടാബിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു ഓപ്പോ പാഡ് ന്യൂ എന്നുള്ള ടാബ്ലറ്റ് ആ ഒരു ടാബിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ഈ രണ്ട് ടാബുകളിലും വരിക. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ OnePlus Pad Go എന്നുള്ള ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെയും കൂടി ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ആവശ്യമൊന്നുമില്ല. എന്നാലും ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഒരു 15,000 to 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ടാബ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ പാഡ് ന്യൂ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.